ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കലങ്കാരി മെറ്റീരിയലിൽ വരുന്ന ഫ്രോക്കിന്റെ ഫീഡിംഗ് കളക്ഷൻ ആണ് കേട്ടോ. ഡബിൾ സൈഡിൽ വരുന്ന ഫീഡിംഗ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഹിഡൻ സിബിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമൽ ഫ്രോക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റി ഫ്രോക്ക് അല്ല, ഈ ഒരു ടൈപ്പിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്കും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഫീഡിങ്ങിനുള്ളവർക്കാണെങ്കിൽ നമ്മൾ അതും നോർമൽ ഫീഡിങ് അല്ലാത്തവർക്കായിട്ടുള്ള കളക്ഷനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫീഡിംഗ് ആണ്. ഇത് വന്നേക്കുന്നത് നമുക്ക് കലങ്കാരി മെറ്റീരിയലിലാണ് കേട്ടോ. ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കലങ്കാരി ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലിൽ മുഴുവനായിട്ട് വന്നേക്കുന്നത്. ഫ്രോക്ക് ടൈപ്പിലാണ്, നമ്മൾ ഒരു ഫ്രോക്കിന്റെ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും പ്രിൻസസ് കട്ടിൽ നമ്മളൊരു ഹിഡൻ സിബാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 3 പീസ് കളക്ഷൻ ആണ്. എൻഡിലായിട്ടും നമുക്ക് ഫ്രിൽസ്, നമുക്ക് അതായത് 3 പീസിൽ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഈ ഒരു പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ടും ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ബാക്ക് സൈഡിൽ നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്ക്വയർ നെക്ക് ആണ് വന്നേക്കുന്നത് കേട്ടോ. സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 46-47 ആണ് ലെങ്ത് വരുന്നത്. മീഡിയം ഒരു 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ഇതിന്റെ മെറൂൺ ഷെയ്ഡാണ്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു കോഫി കളർ, അതുപോലെ ബ്രൗൺ കളർ ഡിസൈനാണ്, കലങ്കാരി ഡിസൈനാണ് വന്നേക്കുന്നത്. ഇതിന് നമ്മൾ ഒരു മീഡിയം സൈസിൽ തന്നെ ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടിലാണ് ഹിഡൻ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മീഡിയം 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ടും ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ടൈ ചെയ്യാനായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു 46 എബോ 47 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലാർജ് സൈസിലാണ്. 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സെയിം നമ്മുടെ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ കലങ്കാരി ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ്. നമുക്ക് എല്ലാ ഷെയ്ഡും എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ലാർജ് സൈസിൽ മെറൂൺ ഷെയ്ഡ് സ്റ്റോക്ക് ഇല്ല കേട്ടോ. നമ്മളൊരു സൈസാണ് കൂടുതലായിട്ടും ഈ ഒരു മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. മെറൂൺ ഷെയ്ഡ് നമുക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് മെറൂൺ ഷെയ്ഡ് വരുന്നത്. അത് എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനും നമ്മൾ ഡബിൾ സൈഡിലായിട്ട് ഹിഡൻ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിൽസ് ആണ് വെച്ചിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് 46 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. പഫ് സ്ലീവ് ആണ്. സൈഡിലൊരു നോട്ടും കൂടെ വരുന്നുണ്ട്. എൻഡിലായിട്ടും ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ്, നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എക്സൽ സൈസിലാണ്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇതും നമുക്ക് ഹിഡൻ സിബ് വെച്ചേക്കുന്ന പാറ്റേൺ ആണ്. ഡബിൾ സൈഡിലായിട്ട് ഹിഡൻ സിബാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള സീക്രട്ട് സിബ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് സിബ് ഉണ്ടോയെന്ന് പോലും അറിയില്ല, അത്രയും നീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിലും 46 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ സിപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ തന്നെയാണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്ക് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫീഡിങ് സിബ്, അതായത് സീക്രട്ട് സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ്. പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട്. സൈഡിൽ നോട്ട് വരുന്നുണ്ട്. 3 പീസ് ആയിട്ട് ഫ്രിൽസ് വെച്ചിട്ടുള്ള ഒരു പാറ്റേണും കൂടിയാണ്. ലെങ്ത് 46 എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ.
വരുന്നത് XXL സൈസിലാണ്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇത് നമുക്ക് ഹിഡൻ സിബ് ആയിട്ട് വന്നേക്കുന്ന പാറ്റേൺ ആണ്. പഫ് സ്ലീവ് ആണ്. സെയിം കളർ തന്നെയാണ്, സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ഇത് XXL സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. ലെങ്ത് നമുക്ക് 46 എബോ 47 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് XXL സൈസ് ആണ്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നമ്മൾ XXL 44 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. XXLന്റെ വരുന്നത് 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. പഫ് സ്ലീവ് ആണ്. ഹിഡൻ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യോക്കിന്റെ ഈ ഒരു പോർഷന് ഫ്രിൽസ് ആണ് വെച്ചേക്കുന്നത്. എൻഡിലായിട്ട് ഡബിൾ ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഫീഡിങ്ങിൽ വരുന്ന ലാസ്റ്റത്തെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് നോൺ ഫീഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഫ്രോക്കിന്റെ കൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഫ്രോക്ക് ഒരു 2 ഷെയ്ഡിൽ മാത്രമാണ് ഫീഡിങ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നോൺ ഫീഡിങ് കളക്ഷൻ ആണെങ്കിൽ നമുക്കൊരു 4 ഡിഫറെന്റ് ഡിസൈൻ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സൈസ് വന്നേക്കുന്നത് മീഡിയം ആണ്. മീഡിയം വന്നിട്ട് നമുക്കൊരു 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ക്വയർ നെക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. യോക്കിന്റെ ഈ ഒരു പോർഷന് ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ടും ഫ്രിൽസ് ആണ് വന്നേക്കുന്നത്. സ്ലീവ് പഫ് സ്ലീവ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ്. കുറച്ച് ഡിഫറൻസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവിൽ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു എൻഡ് പോർഷനിലും ഫ്രില്ലിന്റെ ഈ ഒരു പോർഷനിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമുക്കൊന്ന് ടൈ ചെയ്യാനായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു കളക്ഷൻ. നല്ല അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ്. നമുക്ക് മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇത് വന്നേക്കുന്നത് നമുക്കൊരു വൈറ്റ് കളർ ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലിൽ മുഴുവനായിട്ട് വന്നേക്കുന്നത്. സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഇതാ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിൽ വരുന്ന ലേസ് ആണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഇതും നമുക്ക് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ ഫ്രിൽസ് വെച്ചിട്ട് എൻഡിലും നമ്മൾ ഫ്രിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫ്രില്ലിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളിതാ വൈറ്റ് കളർ ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു കളക്ഷൻ വരുന്നത്. 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ്. ലാർജ് ആണ് സൈസ് വന്നേക്കുന്നത്. 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്കത് ക്യാമറയിൽ എത്രയും കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ടോ അറിയില്ല. ചിലപ്പോൾ ഡാർക്ക് ആയിട്ടാവും, ഡാർക്ക് പിങ്ക് ആയിട്ടാവും ചിലപ്പോൾ തോന്നുന്നത്. നമുക്ക് നോർമലി നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതാ നമുക്കൊരു ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഫ്രിൽസ് ആണ് വെച്ചിട്ടുള്ളത് ഈ ഒരു യോക്കിന്റെ പോർഷനിൽ. അതുപോലെ തന്നെ എൻഡിലായിട്ട് ഫ്രിൽസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കിതാ ലേസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും മെറൂൺ ഷെയ്ഡാണ്. ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ്. ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഫ്രിൽസ് വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലേസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻ ആണ്. 46 ആണ് ലെങ്ത് വരുന്നത്. 46 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ഫീഡിങ് കളക്ഷൻ ആണ്. ലാർജിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഫീഡിങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഹിഡൻ സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. എൻഡിലായിട്ട് ഇതാ ലേസും കൂടെ വന്നിട്ടുണ്ട്. ലെങ്ത് ഒരു 46-47 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് XL സൈസിലാണ്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു ഷെയ്ഡും XL സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നോർമലി നമ്മൾ ചെയ്തു വരുന്ന സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പഫ് സ്ലീവ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻഡിലായിട്ട് ഈ ഒരു ലേസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിൽസിന്റെ ആ ഒരു പോർഷനിൽ നമ്മൾ ലേസും കൂടെ വന്നിട്ടുണ്ട്.
സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ്. നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 42 ആണ് ജസ്റ്റ് സൈസ് വരുന്നത്. ബാക്കിയെല്ലാം നോർമൽ നമ്മൾ ചെയ്തു വരുന്ന സെയിം പാറ്റേൺ ആണ്. ഫ്രോക്ക് കൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഫ് സ്ലീവിന്റെ എൻഡിലായിട്ടും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിന്റെ എൻഡിലായിട്ടും ലേസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നതും നമുക്കൊരു ഫ്രോക്ക് ടൈപ്പിൽ തന്നെയാണ്. എക്സൽ ആണ് സൈസ് വന്നേക്കുന്നത്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട്. സ്ലീവ് പഫ് സ്ലീവ് ആണ്. ഇതിന്റെ എൻഡിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിൽസിന്റെ എൻഡിലായിട്ടും ലേസ് വന്നിട്ടുണ്ട്. ഒരു 46 എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്ന ഒരു കളക്ഷൻ നമുക്ക് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ലേസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 46 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ്. സെയിം മെറൂൺ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ലീവിലായിട്ട് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രോക്ക് കൺസെപ്റ്റിൽ വരുന്നൊരു കളക്ഷനാണ്. യോക്കിന്റെ പോർഷനിൽ ഫ്രിൽസ് വന്നിട്ടുണ്ട്. ഇതിന്റെ എൻഡിലായിട്ടും നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിൽസും കൂടെ വന്നിട്ടുണ്ട്. ഒരു 46 എബോ ആയിട്ട് ലെങ്തും വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ഡബിൾ എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സ്ക്വയർ നെക്കിൽ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്. സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് 2 പോർഷനിലും ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 46 എബോ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷന്റെ എൻഡിലായിട്ടും ലേസ് വന്നിട്ടുണ്ട്. സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 46 എബോ ആണ് ലെങ്ത് വരുന്നത്. ഡബിൾ എക്സൽ നമുക്കൊരു 44 ആണ് ചെസ്റ്റ് സൈസും കൂടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ട്രിപ്പിൾ എക്സൽ സൈസ് ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യോക്കിന്റെ പോർഷനിൽ ഫ്രിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ എൻഡിലായിട്ടും ഫ്രിൽസ് വന്നിട്ടുണ്ട്. 46-47 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പാരറ്റ് ഗ്രീൻ ആണ്. നല്ല അടിപൊളി ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ട്രിപ്പിൾ എക്സൽ സൈസ് ആണ്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഡബിൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യോക്കിന്റെ പോർഷനിൽ ഒരു ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് 46 എബോ ആയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എ ലൈൻ കൺസെപ്റ്റിൽ വരുന്ന കളക്ഷനാണ്. നമ്മുടെ നോർമൽ നൈറ്റി ഫ്രോക്കിന്റെ കൺസെപ്റ്റിൽ വരുന്നൊരു പ്രൊഡക്റ്റ് ആണ്. ലാർജ് സൈസിൽ ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നെക്കിൽ ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിബ് ഹിഡൻ സിബ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഫ് സ്ലീവ് വരുന്നുണ്ട്. എൻഡിലായിട്ട് ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 47 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്കൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോംബോയിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇതിന് നമ്മൾ ഹിഡൻ സിബ് അല്ല, നോർമൽ നമ്മൾ ചെയ്തു വരുന്ന സിബാണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് കളർ ഹക്കുബ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്. ലെങ്ത് ആണെങ്കിൽ 47 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. ഫ്രിൽസ് ആണ് എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫീഡിങ് അല്ല, നോർമൽ നൈറ്റി ഫ്രോക്ക് ആണ്. ഇതും നമുക്ക് എ ലൈൻ കൺസെപ്റ്റിൽ വരുന്ന കളക്ഷനാണ്. ഒരു എന്താ പറയുക, നോർമൽ നൈറ്റി ഫ്രോക്ക് ആണ്. ഇതിന്റെ നെക്കിലായിട്ട് നമ്മൾ ഹക്കുബ മെറ്റീരിയൽ സ്ക്വയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫീഡിങ്ങും കാര്യങ്ങളൊന്നും അല്ല, നോൺ ഫീഡിങ് കളക്ഷൻ ആണ്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ലെങ്ത് വരുന്നത് 47 ആയിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് നോർമൽ നൈറ്റി ഫ്രോക്ക് ആണ്. എക്സൽ സൈസിൽ 42 ആണ് ചെസ്റ്റ് സൈസ്. ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്ന എ ലൈൻ കൺസെപ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. ലെങ്ത് 47 എബോ ലെങ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു സ്കൈ ബ്ലൂ വൈറ്റ് കോംബോ ഒരു ഡിസൈൻ വരുന്നൊരു
പാറ്റേൺ ആണ്. XXL 44 ആണ് ചെസ്റ്റ് സൈസ്. ഒരു എലൈൻ കൺസെപ്റ്റിൽ വരുന്ന ഒരു കളക്ഷനാണ്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കൊരു 47-48 എബോ ആയിട്ട് ലെങ്ത് വരുന്ന ഒരു കളക്ഷനും കൂടിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് നോൺ ഫീഡിങ് പ്രൊഡക്റ്റ് ആണ്. XXL 44 ആണ് ചെസ്റ്റ് സൈസ്. നെക്കിലിതാ ഹക്കുബ മെറ്റീരിയൽ ആണ് വെച്ചേക്കുന്നത്. പഫ് സ്ലീവ് ആണ്. സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട്. ലെങ്ത് 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ്. XXL 44 ആണ് ചെസ്റ്റ് സൈസ്. പഫ് സ്ലീവിൽ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ലെങ്ത് 47 എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഫ്രോക്സ് വന്നിട്ടുണ്ട്. നോർമൽ നൈറ്റി ഫ്രോക്കും ഫീഡിങ് നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ ഫ്രോക്കും നോൺ ഫീഡിങ് കളക്ഷനിലും ഫീഡിങ് കളക്ഷനിലും എല്ലാം നമ്മൾ ഫ്രോക്ക് എല്ലാവർക്കും ഉള്ള കളക്ഷൻസ് മിക്സ്ഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം സിമിലർ ആയിട്ടുള്ള മെറ്റീരിയലാണെന്ന് മാത്രം, എന്നാൽ എല്ലാവർക്കും നോർമലി എല്ലാ കസ്റ്റമർക്കും ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് എല്ലാറ്റിനും നമുക്ക് 399 പ്ലസ് ഷിപ്പിംഗ് ഉള്ളൂ. ഫീഡിങ്ങിനായാലും നോൺ ഫീഡിങ്ങിനായാലും സെയിം റേറ്റ് ആണ് വരുന്നത്. നമ്മളൊരു ഫീഡിങ്ങിന് എന്താ പറയുക ഓഫറായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 420 ആണ് നോർമലി നമ്മൾ ഫീഡിങ് റേറ്റ് വരുന്നത്. 399 ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു ക്രിസ്തുമസിൻ്റെ ഒരു ഓഫർ എന്ന നിലയിൽ നമ്മൾ ഒരു 399 ആണ് ഓൾമോസ്റ്റ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ നൈറ്റി ഫ്രോക്കും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു, ലവ് യു.